Hi dears, hearty welcome to today's class. Let us have a short prayer. വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിലെ കൂടുതൽ വളരാൻ ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ നൽകണമേ. പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തികളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. Okay dears, today we are going to discuss a very interesting topic, that is red algae or rhodophyceae. Here all the red algal members are mostly marine forms, rarely freshwater. അപ്പം മിക്കവാറും റെഡ് ആൽഗൽ മെമ്പേഴ്സൊക്കെ മറൈൻ ഫോംസ് ആണ്. എന്നാൽ വളരെ റെയറായിട്ട് ഫ്രഷ് വാട്ടർ ഫോംസും ഉണ്ട്. എക്സാമ്പിൾ ബെട്രാക്കോസ്പെർമം. നിങ്ങളുടെ പുസ്തകത്തിൽ ഇത് കാണില്ല. അപ്പോൾ ബെട്രാക്കോസ്പെർമം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്രഷ് വാട്ടർ റെഡ് ആൽഗ, ബട്ട് മോസ്റ്റ് ഓഫ് ദി റെഡ് ആൽഗൽ മെമ്പേഴ്സ് ആർ seen in sea water or they are marine forms. Then the thallus, they are multicellular, siphonaceous or foliaceous, we can say like that. Unicellular forms absent ആണ്, വളരെ റെയർ ആണ്. കൂടുതലും മൾട്ടി സെല്ലുലാർ ഫോംസ് ആണ്. അത് തന്നെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫോളിയേഷ്യസ് ആയിട്ടുള്ള ടൈപ്സ് ഉണ്ട്, പ്ലാൻ ലൈക്ക് ആയിട്ടുള്ള ടൈപ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഉള്ളിൽ ഹോളോ ഒക്കെ ആയിട്ടുള്ള സൈഫണേഷ്യസ് ആയിട്ടുള്ള താലസ് ചില റെഡ് ആൽഗൽ മെമ്പേഴ്സിലുണ്ട്. ഫോർ എക്സാമ്പിൾ പോളിസൈഫോണിയ ഒരു സൈഫണേഷ്യസ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള റെഡ് ആൽഗയാണ്. അതേപോലെ തന്നെ വളരെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ചില മെമ്പേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. എക്സാമ്പിൾ ജലീഡിയം ഗ്രാസിലേറിയ, അഗാർ എന്ന് പറയുന്ന വളരെ കൊമേഴ്സ്യലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന റെഡ് ആൽഗൽ മെമ്പേഴ്സാണ് ജലീഡിയം ഗ്രാസിലേറിയ എന്നൊക്കെ പറയുന്നത്. അഗാറോസിൻ്റെയും അഗാറോസ്പെക്റ്റിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ഒരു മിശ്രിതമാണ്, ഒരു മിക്സ്ചറാണ് അഗാർ എന്ന് പറയുന്നത്. ഇത് ഈ കൾച്ചർ മീഡിയത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് അഗാർ. ദാറ്റ് ഈസ് കൊമേഴ്സ്യലി എക്സ്ട്രാക്റ്റിംഗ് ഫ്രം ദ റെഡ് ആൽഗൽ മെമ്പേഴ്സ് ലൈക്ക് ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. ദെൻ അഗെയിൻ പൊർഫൈറ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ എഡിബിൾ റെഡ് ആൽഗ. പൊർഫൈറ എന്ന് പറയുന്നത് തിന്നാൻ പറ്റുന്ന ഒരു റെഡ് ആൽഗൽ മെമ്പറാണ്. അപ്പോൾ നോക്കിക്കേ, ഈ ഗ്രൂപ്പിൽ വളരെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ചില മെമ്പേഴ്സും കൂടെ കടന്നു വരുന്നുണ്ട്. ദെൻ അനദർ എക്സാമ്പിൾ ഈസ് കോൾഡ് കോൺട്രസ് ക്രിസ്പസ് എന്ന് പറയും. ദറ്റ് ഈസ് കോമൺലി കോൾഡ് ഐറിഷ് മോസ്. അപ്പം ആക്ച്വലി ഐറിഷ് മോസ് ഈസ് നോട്ട് എ മോസ്. മോസ് എന്ന് പറയുന്ന ബ്രയോഫൈറ്റിൽ വരുന്നൊരു മെമ്പറാണ്. അപ്പോൾ പെട്ടെന്ന് ഐറിഷ് മോസ് എന്ന് പറയുമ്പോൾ ബ്രയോഫൈറ്റ് ആണ് എന്ന് ധരിക്കരുത്. പക്ഷെ നിങ്ങൾക്കിത് +2 ലെവലിൽ ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടില്ല. പക്ഷേ എൻട്രൻസിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഐറിഷ് മോസ് ഈസ് നോട്ട് എ ബ്രയോഫൈറ്റ് മെമ്പർ, ബട്ട് ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ആൽഗെ ആൻഡ് ഇറ്റ് ഈസ് കോൺട്രസ് ക്രിസ്പസ്, ദാറ്റ് ഈസ് എ റെഡ് ആൽഗൽ മെമ്പർ. ഒന്ന് ഓർത്തിരുന്നാൽ മതി അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ. Okay, then again another interesting member, that is Harveyella. That is a parasitic red algal member that will be parasitic on other red algae. അപ്പോൾ ഇവിടെ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കുകയല്ല, ഇതിൽ കളർലെസ് ആയിരിക്കും. ആൻഡ് ദിസ് പാരസൈറ്റിക് Harveyella that is parasitic on other red algal members. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടു. ഈ റെഡ് ആൽഗെ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സൊക്കെ മിക്കവാറും സമുദ്രത്തിൽ അല്ലെങ്കിൽ മറൈൻ ഫോംസ് ആയിരിക്കും. എന്നാൽ റെയർലി ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ബെട്രാക്കോസ്പെർമം. അതേപോലെ തന്നെ ഫോളിയേഷ്യസ് ആയിട്ടുള്ള സൈഫണസ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ പ്ലാൻ ബോഡിയാണുള്ളത്. പോളിസൈഫോണിയ, ജലീഡിയം, ഗ്രാസിലേറിയ, പൊർഫൈറ, കോൺട്രസ് ക്രിസ്പസ്, ഹാർവേല ഒക്കെ എക്സാമ്പിൾസാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പിഗ്മെൻറ്റ്സ്. ദാറ്റ് വിൽ ഗീവ് ദ ക്യാരക്ടറിസ്റ്റിക് കളർ ടു ദ ഗ്രൂപ്പ്. അല്ലേ, നമ്മളത് ഓരോ ഗ്രൂപ്പിലും കണ്ടതുപോലെ ക്ലോറോഫൈസ് ഓർ ഗ്രീൻ ആൽഗയ്ക്ക് ആ കളർ കൊടുക്കുന്നത് ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ്. ബ്രൗൺ ആൽഗെ ഓർ ഫെയോഫൈസയ്ക്ക് ആ കളർ കൊടുക്കുന്ന ബ്രൗൺ കളർ കൊടുക്കുന്നത് ഫ്യൂക്കോസാന്തൈൻ.
And here the pigment is phycoerythrin. It is a type of phycobilin pigments. ഇതിന് ഒരു ഫൈക്കോബിലിൻ പിഗ്മെൻ്റ് ആണിത്. ഫൈക്കോബിലിൻസ് ഓർ ഫൈക്കോബിലിൻ പിഗ്മെൻറ്റ്സ് എന്ന് പറയും. ഫൈക്കോബിലിൻസ് 3 തരത്തിലുള്ള പിഗ്മെൻറ്റ്സ് കൂടുന്നതാണ് ഈ ഫൈക്കോബിലിൻസ് എന്ന് പറയുന്നത്. ഒന്ന് ഫൈക്കോസയാനിൻ. ഇത് സയാനോ ബാക്ടീരിയൽ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയിൽ ഡോമിനൻ്റ് ആയിട്ട് കാണുന്ന ഒരു പിഗ്മെൻ്റാണ്. നമ്മൾ സയാനോ ബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗെ പഠിക്കുന്ന സമയത്ത് അവിടെ കണ്ടതാണ്. Then phycoerythrin, that is a red pigment. Then allophycocyanin. ഇങ്ങനെ ഈ 3 പിഗ്മെൻറ്റ്സും കൂടെ കൂടിയ ഫൈക്കോബിലിൻ പിഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ റെഡ് ആൽഗൽ മെമ്പേഴ്സിൽ phycoerythrin that is abundantly present. That is the dominant pigment present in red algae that will give the characteristic red color to the group. അതുകൊണ്ടാണ് ഇതിന് ആ റെഡ് ആൽഗെ എന്നുള്ള പേര് തന്നെ ലഭിക്കുന്നത്. അപ്പോൾ it is quite interesting and beautiful to see these members because of its color that is due to the presence of a dominant pigment phycoerythrin. മറന്നു പോകരുത്. ഇപ്പോൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഈസ് പോസിബിൾ അല്ലേ? chlorophyll pigments in green algae, fucoxanthin pigments in phaeophyce and phycoerythrin pigments in red algae. ഇത് കൂടാതെ as you know all the members will have, all the algal groups will have the chlorophyll molecule since it is the chief photosynthetic pigment. Of course chlorophyll A is present alle. Then chlorophyll, in addition to chlorophyll A, here you can see chlorophyll D. That is also very important alle. Green algae chlorophyll A ഉണ്ട്, chlorophyll B ഉണ്ട്. Then phaeophyce or brown algae chlorophyll A ഉണ്ട്, then chlorophyll C ആണുള്ളത്. And here chlorophyll A ഉണ്ട്, then chlorophyll D ആണുള്ളത്. പക്ഷേ ഈ ഫോട്ടോസിന്തറ്റിക് ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് കൂടാതെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് കാണുന്ന പിഗ്മെൻറ്റ് ഫൈക്കോഎറിത്രിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ ദ റിസർവ് ഫുഡ് ഈസ് അനദർ ഫോം ഓഫ് ഷുഗർ ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ റിസർവ് ഫുഡ് എന്ന് പറയുന്ന ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ദാറ്റ് മേ ബി ആസ്ക്ഡ് ഇൻ ദ എക്സാമിനേഷൻ. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നോക്കിക്കേ, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ക്ലോറോഫൈസയിൽ സ്റ്റാർച്ച് ഈസ് ദ റിസർവ് ഫുഡ്. ഫയോഫൈസൽ ഏതായിരുന്നു ഓർത്ത് നോക്കിയേ? മാനിറ്റോൾ ഓർ ലാമിനാറിൻ. ദെൻ അഗെയിൻ റെഡ് ആൽഗയിൽ വരുമ്പോൾ അത് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. യു ഹാവ് ടു മേക്ക് എ ടേബിൾ. ഒരു ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ, അതിൽ നമ്മൾ കാണിച്ചതിൻ്റെ ഹാബിറ്റാറ്റ്, അതിൻ്റെ തലസ്, അതിൻ്റെ പിഗ്മെൻറ്റ്സ്, അതിൻ്റെ റിസർവ് ഫുഡ്, അതിൻ്റെ റീപ്രൊഡക്ഷൻ, ഇതൊക്കെ വെച്ചിട്ട് ഇതിന് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഈസ് പോസിബിൾ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, അപ്പോൾ റിസർവ് ഫുഡ് ഇൻ റെഡ് ആൽഗെ ദാറ്റ് ഈസ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ദെൻ ദ സെൽ വാൾ കമ്പോണൻസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. In addition to the cellulose, here you can see outer to the cellulose a sulfated polysaccharide is present. That is called carrageen. You might have heard about it. Carrageen or carrageenan എന്ന് പറയും. ഇതൊരു സൾഫേറ്റഡ് പോളിസാക്കറൈഡ് ആണ്. ദാറ്റ് ഈസ് പ്രസൻറ്റ് ഓവർ ടു ദി സെല്ലുലോസിക് സെൽ വാൾ ഓഫ് ദി റെഡ് ആൽഗൽ മെമ്പേഴ്സ്. ദാറ്റ് ഈസ് commercially very useful. As we have seen the case of the algae, here also this carrageen that is useful in food industry. That can be used as gelling agent, thickening agent, solidifying agent, stabilizing agent, etc. അപ്പോൾ ഒരു തിക്കനിങ് ഏജൻ്റ് ആയിട്ട്, ഒരു സോൾഡിഫയിങ് ഏജൻ്റ് ആയിട്ട് ഐസ്ക്രീമിൽ, സിറപ്പിൽ, സൂപ്പിൽ, അങ്ങനെ പല ഫുഡ് ഐറ്റംസിൽ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് കരാജീൻ എന്ന് പറയുന്നത്, അല്ലെ കരാജിനൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കൊമേഴ്സ്യലി എക്സ്ട്രാക്ടിങ് ഫ്രം ദി സെൽ വാൾ ഓഫ് ദി റെഡ് ആൽഗൽ മെമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി റീപ്രൊഡക്ഷൻ in algae. Let me rub it. Okay dear students, next we are going to discuss the reproduction in red algae or rhodophysae. What about the reproduction in red algae? You can see all the three types of reproduction. Vegetative reproduction is there, asexual reproduction is there,
and sexual reproduction is there. Vegetative reproduction is affected by the process called fragmentation. ബാക്കി രണ്ട് ഗ്രൂപ്പുകളിലും നമ്മൾ കണ്ടതുപോലെ ഇവിടെയും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന സിമ്പിൾ പ്രോസസ്സ് വഴിയാണ്. ഇനി അതെന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. Then asexual reproduction is affected by the formation of non-motile spores. This is very important. ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. In red algae there is complete absence of motile structures. ലൈഫ് സൈക്കിളിൻ്റെ ഒരു സ്റ്റേജിലും മോട്ടൈൽ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. The complete absence of motile structures in any stages of its life cycle. ലൈഫ് സൈക്കിളിൻ്റെ ഒരു സ്റ്റേജിലും you cannot see any motile structures, so that the asexual reproduction in red algae that is affected by the formation of spores, but ആ സ്പോർട്സിൻ്റെ പ്രത്യേകത എന്താണ്? നോൺ മോട്ടൈൽ സ്പോർട്സ് ആണ്. അത് ശ്രദ്ധിച്ചിരിക്കണം. Then the sexual reproduction that is mainly by the oogamous type of sexual reproduction ആണ്. അവിടെയും പ്രത്യേകത ഇത് മെയിൽ ഗമീസ് ആർ ഓൾസോ നോൺ മോട്ടൈൽ. നമുക്കറിയാം ഊഗാമിയിൽ ഫീമെയിൽ ഗമീറ്റ് ഓൾറെഡി നോൺ മോട്ടൈലാണ്. എന്നാൽ ഇവിടെ ലൈഫ് സൈക്കിളിൻ്റെ ഒരു സ്റ്റേജിൽ പോലും മോട്ടൈൽ സ്ട്രക്ചേഴ്സ് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലെ മെയിൽ ഗമീറ്റ്സും എന്താണ്? നോൺ മോട്ടൈലാണ്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ദി യൂണിയൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. അവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ആർ ടോട്ടലി ആബ്സെൻറ്റ് ഇൻ എനി ഓഫ് ദി സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിൾ. ഇത് കൃത്യമായിട്ട് കുറിച്ച് വെച്ച് പഠിച്ചോണം. എന്താണ്? മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ആർ ടോട്ടലി ആബ്സെൻറ്റ് ഇൻ എനി സ്റ്റേജ് ഓഫ് ദി ലൈഫ് സൈക്കിൾ ഓഫ് റെഡ് ആൽഗൽ മെമ്പേഴ്സ്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് എഫക്റ്റഡ് ബൈ ദി യൂണിയൻ ഓഫ് നോൺ മോട്ടൈൽ മെയിൽ ആൻഡ് ഗമീറ്റ്സ്. എന്ന് മാത്രമല്ല ഇവിടെ കുറച്ചും കൂടെ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാം. യു ക്യാൻ സീ സം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഓൾസോ. ഇത്രയാണ് നമുക്ക് റോഡോഫൈസയെ കുറിച്ച് അല്ലെങ്കിൽ റെഡ് ആൽഗയെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നോക്കിക്കേ, ഇത് മോസ്റ്റ്ലി മറൈൻ ഫോംസ് ആണ്. എന്നാൽ ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്. എക്സാമ്പിൾ നമ്മൾ ബെട്രാക്കോസ്പെർമം പറഞ്ഞു. അതുപോലെ താലസ് ഓർഗനൈസേഷൻ യൂണിസെല്ലുലാർ ഫോംസ് ഒക്കെ റയറാണ്. കൂടുതലും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള, അതും സൈഫ്നേഷ്യസ് ആയിട്ടുള്ള ഫോളിയേഷ്യസ് ആയിട്ടുള്ള ഫോംസ് ആണ് കൂടുതലും. അതിൽ ചില എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു. ജലീഡിയം അല്ലേ, ഗ്രാസിലേറിയ, പിന്നെ പൊർഫൈറ എന്ന് പറയുന്ന എഡിബിൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആൽഗ, പിന്നെ ഹാർവേയല്ല എന്ന് പറയുന്ന ഒരു പാരസൈറ്റിക് റെഡ് ആൽഗ, ദെൻ അഗെയിൻ ഐറിഷ് മോസ് എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്ന കോൺട്രസ് ക്രിസ്പസ് എന്ന് പറയുന്ന ഒരു റെഡ് ആൽഗ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടത് അതിൻ്റെ സെൽ വോളിൻ്റെ കോമ്പോസിഷനാണ്. അവിടെ നമ്മൾ കണ്ടു ഇൻ അഡീഷൻ ടു ദി സെല്ലുലോസിക് സെൽ വോൾ എന്തുണ്ട് അവിടെ? കരാജിൻ അല്ലെ കരാജിനൻ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മളുണ്ട്. കൊമേഴ്സ്യലായിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. പിന്നെ ഇവിടെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് സ്റ്റാർച്ചാണ്. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. പിന്നെ പിഗ്മെൻറ്റ്സ് ആണ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫൈക്കോ എറിത്രിൻ. ഫൈക്കോബിലിൻ പിഗ്മെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഫൈക്കോ എറിത്രിൻ that will give the red color to the group. That is also very important. In addition to this, chlorophyll A and chlorophyll D are present എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത് റീപ്രൊഡക്ഷൻ ആണ്. 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ: വെജിറ്റേറ്റീവ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈ സ്പോർട്സ്. ആ സ്പോർട്സിൻ്റെ പ്രത്യേകത എന്താണ്? നോൺ മോട്ടൈൽ സ്പോർട്സ് ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷനിലും ഗമീറ്റ്സ് ഉണ്ട്, പക്ഷേ ആ ഗമീറ്റും എന്താണ്? നോൺ മോട്ടൈലാണ്. പ്രധാനമായിട്ട് ഊഗാമസ് ടൈപ്പ് ഓഫ് സിംഗമിയാണ് അവിടെ നടക്കുന്നത്. ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസും ഉണ്ട്. പ്രധാനപ്പെട്ട ആൽഗൽ മെമ്പേഴ്സ്, റെഡ് ആൽഗൽ മെമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ പഠിക്കണം. എന്ന് മാത്രമല്ല എൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഇവിടെയും 1-2 എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഒന്നേതാണ്? പൊർഫൈറ ഈസ് ആൻ എഡിബിൾ റെഡ് ആൽഗ. അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഹാർവയല്ല ഈസ് എ പാരസൈറ്റിക് റെഡ് ആൽഗ. ഇനി മൂന്നാമത്തത് ദ പ്രസൻസ് ഓഫ് കരാജിൻ ഓവർ ടു ദി സെൽ വോൾ ദാറ്റ് മേ ബി used as a gelling agent or thickening agent in the preparation of different food items. ക്ലിയർ ആണോ?
അപ്പോഴൊരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരികയാണ്. നമ്മൾ 3 ഗ്രൂപ്പും പഠിച്ചു. ഏത്? ഗ്രീൻ ആൽഗ പഠിച്ചു, ഓക്കെ, ബ്രൗൺ ആൽഗ പഠിച്ചു, ഓക്കെ, റെഡ് ആൽഗ പഠിച്ചു. അതിൻ്റെ മറ്റൊരു പേരുണ്ട്, ക്ലോറോഫൈസേ, ഫെയോഫൈസേ, റോഡോഫൈസേ. ഒരു ടേബിൾ ഉണ്ടാക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഹാബിറ്റാറ്റ് ഓരോന്നിൻ്റെയും പ്രത്യേകത, അതിൻ്റെ താലസ് ഓർഗനൈസേഷൻ ഓരോന്നിൻ്റെയും പ്രത്യേകത, അതിൻ്റെ സെൽ വോൾ കോമ്പോസിഷൻ ഓരോന്നിലും എങ്ങനെയാണ്, അതിൻ്റെ പിഗ്മെൻറ്റ്സ്, റിസർവ് ഫുഡ്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഇത്രയും കാര്യങ്ങൾ 3 ഗ്രൂപ്പിൻ്റെയും ഒറ്റ ടേബിളിൽ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അടുത്തത് നിങ്ങളുടെ സ്റ്റഡി റൂമിൽ ഒരു ഹാർഡ് ബോർഡിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള നല്ലൊരു കളർഫുൾ ടേബിൾ ഉണ്ടാവട്ടെ. ഓക്കെ ഡിയേഴ്സ്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ദി ഗ്രൂപ്പ് ആൽഗെ ആസ് എ ഹോൾ. ഇപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഈ 3 ഗ്രൂപ്പുകൾ ഓൾറെഡി കണ്ടു അല്ലേ, ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ ആൻഡ് റെഡ് ആൽഗെ. എങ്കിലും നമ്മളതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് 1 by 1 ആയിട്ട് കാണാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് യു നോ, ദീസ് ആർ ദി ചീഫ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള ആൽഗെ ആണെങ്കിലും എല്ലാം ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് ഉണ്ട്. ദേ ഡു ദ ഫങ്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദീസ് ആർ ദി ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് എക്കോസിസ്റ്റം. എന്താണ്? ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഏത് എക്കോസിസ്റ്റത്തിലാണ്? ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഓർ ഇറ്റ് ഈസ് കൺസിഡേർഡ് ദാറ്റ് about half of the total photosynthetic product that is from the algal members. ഈ ഭൂമിയിൽ മൊത്തമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓർഗാനിക് മാറ്റർ അതിൻ്റെ ഏകദേശം പകുതിയോളം നൽകുന്നത് ആൽഗൽ മെമ്പേഴ്സാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ദർ ഈസ് എവല്യൂഷൻ ഓഫ് ഓക്സിജൻ. ഈ ആഹാരം നിർമ്മിക്കുന്ന സമയത്ത് ഈ ആൽഗൽ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനെ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾക്ക് അക്വാട്ടിക് സിസ്റ്റത്തിൽ, അതേപോലെ തന്നെ ആ ജീവജാലങ്ങൾക്ക് വെള്ളത്തിൽ ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡിസോൾഡ് ഓക്സിജനും കൂടെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് എഴുതാം അല്ലേ, ഇനഫ് ഓക്സിജൻ ദാറ്റ് ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ദാറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ബൈ അതർ ഓർഗാനിസംസ്. റിലീസ് ഓഫ് ഓക്സിജൻ നമുക്ക് പറയാം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത്, മെനി ഓഫ് ദി ആൽഗൽ മെമ്പേഴ്സ് ആർ എഡിബിൾ. അപ്പോൾ നമ്മൾ ഗ്രീൻ ആൽഗയിലും അതേപോലെ തന്നെ ബ്രൗൺ ആൽഗയിലും റെഡ് ആൽഗയിലും ഒക്കെ എഡിബിൾ ആയിട്ടുള്ള ആൽഗൽ മെമ്പേഴ്സിനെ കണ്ടു. ഗ്രീൻ ആൽഗയിൽ ഏതാണ് നമ്മൾ കണ്ടത്? ക്ലോറല്ല അല്ലേ, എഡിബിൾ ആൽഗെ നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലോറല്ല ഒരു എഡിബിൾ ആൽഗയാണ്, റിച്ച് ഇൻ പ്രോട്ടീനാണ്. അതുകൊണ്ടാണ് സ്പേസ് ട്രാവലേഴ്സ് വരെ ക്ലോറല്ല ഫുഡ് സപ്ലിമെൻറ്റിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നത്. നമ്മൾ ഫെയോഫൈസയിൽ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടു ലാമിനാറിയ അല്ലേ, അത് എഡിബിളായിട്ടുള്ള ഒരു ഫെയോഫൈസൻ മെമ്പറാണ്. അതേപോലെ നമ്മൾ റോഡോഫൈസയിൽ അല്ലെങ്കിൽ റെഡ് ആൽഗയിൽ കണ്ടു പൊർഫൈറ ഈസ് എഡിബിൾ. ഇനിയും ഇമ്പോർട്ടൻ്റ് കെമിക്കൽ കോമ്പൗണ്ട്സ് ദാറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ് വിച്ച് ആർ എക്സ്ട്രാക്റ്റിംഗ് ഫ്രം ദി ഗ്രൂപ്പ് ആൽഗെ. അപ്പോൾ അത് ഓരോ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. പ്രധാനമായിട്ടും ബ്രൗൺ ആൽഗൽ ഗ്രൂപ്പിലും അതേപോലെ തന്നെ റെഡ് ആൽഗൽ ഗ്രൂപ്പിലും ഏതൊക്കെയായിരുന്നു ആ കെമിക്കൽസ്? ആൽജിൻ സോൾഡിഫൈങ് ഏജൻ്റായിട്ട് അല്ലെ സ്റ്റെബിലൈസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന ആൽജിൻ ദാറ്റ് വാസ് എക്സ്ട്രാക്റ്റിംഗ് ഫ്രം ദി സെൽ വാൾ ഓഫ് ദി ഫെയോഫൈസൻ മെമ്പേഴ്സ് ഓർ ബ്രൗൺ ആൽഗൽ മെമ്പേഴ്സ്. അതേപോലെ തന്നെ മറ്റ് ഒന്നായിരുന്നു കരാജിൻ. അത് റെഡ് ആൽഗൽ മെമ്പേഴ്സിൻ്റെ സെൽ വോളിലുള്ളതാണ്. അതിനും ഒരു കൊമേഴ്സ്യലായിട്ടുള്ള വാല്യൂ ഉണ്ട്. പിന്നീട് നമ്മൾ കണ്ടത് ഈ ബാക്ടീരിയ കൾച്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ മീഡിയം കൾച്ചർ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചറിന് നമ്മൾ മീഡിയം കൾച്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോൾഡിഫൈങ് ഏജൻ്റ് അല്ലെങ്കിൽ ഒരു ജെല്ലിയിലേക്കായിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് അഗാർ അഗാർ. ഈ അഗാർ അഗാർ എക്സ്ട്രാക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും റെഡ് ആൽഗൽ മെമ്പേഴ്സിൽ നിന്നാണ്. ഇങ്ങനെ ധാരാളം, അതേപോലെ തന്നെ പാരസൈറ്റിക് ആയിട്ടുള്ള ആൽഗയുണ്ട് ദാറ്റ് ക്യാൻ കോസ് റസ്റ്റ് ഡിസീസ് ഓഫ് ടീ പ്ലാന്റ്സ്, അതാണ് സെഫാലിയോറോസ്.
ദെൻ അഗെയിൻ റെഡ് ആൽഗയിൽ നിന്ന് ഹാർവേയല്ല. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഇമ്പോർട്ടൻസ്, വാല്യൂ ഉള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ പഠിച്ചത്. ഇപ്പം ഇതിൽ കൂടുതൽ മെമ്പേഴ്സ് നമുക്കറിയാം മൈക്രോസ്കോപ്പിക്കാണ്, എങ്കിൽ പോലും അത് മനുഷ്യ ജീവിതത്തിന്, മറ്റുള്ള ആനിമൽസിൻ്റെ ജീവിതത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈച്ച് സ്പീഷ്യസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ആൻ എക്കോസിസ്റ്റം. ഇതിനെയൊക്കെ കോൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ബോധ്യമാണ് ഈ ബോട്ടണി ക്ലാസ്സിലൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഒരു ദർശനത്തിലേക്ക് ഈ ബോട്ടണി ക്ലാസ്സുകൾ നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ക്ലാസ് നിർത്തുന്നു. താങ്ക് യു.